കിട്ടിയല്ലോ. ഇതെന്താ ഒരു പൈനാപ്പിൾ ആയിട്ടൊക്കെ? ഇന്ന് ഇത് കൊണ്ടുള്ള പരിപാടിയാ. ഇതുകൊണ്ട് എന്ത്? നീ മാങ്ങ കൊണ്ടുള്ള പിരിപിരിയല്ലേ തിന്നിട്ടുള്ളത്? പൈനാപ്പിൾ പിരിപിരി തിന്നിട്ടില്ലല്ലോ. ഇല്ലല്ല. ഞാൻ ഇന്ന് നല്ല അടിപൊളി പൈനാപ്പിൾ പിരിപിരി ഉണ്ടാക്കാൻ പോവാ. പൈനാപ്പിൾ പിരിപിരിയോ? അതിനു വേണ്ടി നമുക്ക് ആദ്യം പിരിപിരി മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി നമുക്കൊരു ജാറിലേക്ക് ഒരു 5 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ ചെറുതായിട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയൊക്കെ നമ്മൾ ചെറുതാക്കി ഇടുന്നത് വേഗം അരിഞ്ഞു കിട്ടാനാണ് കേട്ടോ മക്കളെ. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകൾ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഒന്ന് കണ്ടില്ലേ, അരഞ്ഞതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. നമുക്കിനി ഇതിൽ 1 ടേബിൾ സ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുക്കാം. സുർക്ക എന്ന് പറയുന്നത് വിനാഗിരിയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിരിപിരി മസാല അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ മക്കളെ, നല്ല അടിപൊളി മസാലയാ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പൈനാപ്പിളിനെ ചെത്തി തോലൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തലയൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിളിനെയൊക്കെ ചെത്തി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കഴുകിയെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച പൈനാപ്പിളെ നമുക്ക് റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കാം. എല്ലാത്തിനും നമ്മൾ കനം കുറച്ച് റൗണ്ടിൽ മുറിച്ചിനി ഒരു പാത്രത്തിലേക്ക് വെക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് അരിഞ്ഞ് നല്ല സൂപ്പറാക്കി റൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മൾ അരച്ച് വെച്ച പിരിപിരി മസാല പുരട്ടി കൊടുക്കാം. ഓരോന്നായിട്ടിങ്ങനെ തേച്ച് കൊടുക്കാം. നന്നായിട്ട് 2 വശത്തും തേക്കണം കേട്ടോ മക്കളെ. അപ്പോഴാണ് അതിന് മസാലയും ഉപ്പും എരിവും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. തേച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി അതേപോലെ എല്ലാതും അങ്ങനെ തേച്ചെടുക്കാം. എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അനുസരിച്ച് എരിവിടാനുള്ളതാണ്. പൈനാപ്പിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ നമ്മുടെ അടിപൊളി പിരിപിരി പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. എടാ മോനെ, പൈനാപ്പിൾ പിരിപിരി റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതാണ് പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന പിരിപിരി. എരിവ് കുറച്ചില്ലമ്മ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളവരുണ്ടാക്കുമ്പോൾ പിന്നെ എരിവൊക്കെ വല്ലാതെ കുഞ്ഞു മക്കൾക്ക് തിന്നാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് എരിവ് കുറച്ചത്. അപ്പോഴാണ് എല്ലാവർക്കും തിന്നാൻ പറ്റും. നാവിൽ എരിവും വരില്ല, നല്ല ടേസ്റ്റും വരും.